അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 61ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ബദറിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് തൊട്ടുമുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമെന്നോണം അൽഫ മിനൽ മലായികത്തി മുർദിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല 1000ഓളം മലക്കുകളെ മുസ്ലിങ്ങൾക്ക് സഹായമായിട്ട് ആ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. യുദ്ധം ആരംഭിച്ചതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള ചില സംഭവങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനം നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായത്തിന് വേണ്ടി ഇറക്കിയ ആ മലക്കുകൾ ബദറിൽ പങ്കെടുത്ത ആ മലക്കുകളാണ് ഏറ്റവും ശ്രേഷ്ഠ വിഭാഗമായിട്ട് ഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങളിൽ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക്, ആ സ്വഹാബികൾക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള ദർജയാണ്. അതേ രൂപത്തിലാണ് മലക്കുകൾക്കിടയിലും. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ സന്ദർശിച്ച സന്ദർഭത്തിൽ സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഹദീസാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് ചോദിച്ചു, മാ തഅദൂന അഹ്ല ബദരിൻ ഫീക്കും, ബദറിൽ പോരാടിയ ആളുകളെ, സ്വഹാബികളെ ഏത് രൂപത്തിലാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, അവരാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ആളുകൾ, അവർക്കാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ റാങ്ക്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, വകദാലിക മൻ ഷഹിദ ബദർ മിനൽ മലായിക, ബദറിൽ പങ്കെടുത്ത മലക്കുകളെയും ഞങ്ങൾ ആ രൂപത്തിലാണ് കണക്കാക്കുന്നത്. അപ്പം മുസ്ലിങ്ങൾക്ക്, ആ സ്വഹാബികൾക്കിടയിൽ എന്നതുപോലെ തന്നെ മലക്കുകൾക്കിടയിലും ആ പദവികൾ, ആ റാങ്കുകളിൽ ആ ശ്രേഷ്ഠതയ്ക്ക് വ്യത്യാസമുണ്ടെന്നാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബദറിൽ പങ്കെടുത്ത ആ ബാച്ച് മലക്കുകൾ, അവരാണ് മലക്കുകൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വിഭാഗം. അപ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ഏത് രൂപത്തിലാണ് ആ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? ഇതാണ് നമ്മൾ ആദ്യത്തിൽ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂറത്തുൽ അൻഫാലിലെ 12ാമത്തെ വചനം ഉദ്ധരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് യൂഹി റബ്ബുക ഇലൽ മലായികത്തി അന്നി മഅക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് ബോധനം നൽകി, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പോയിട്ട് ഫസബ്ബിത്തുല്ലദീന ആമനു, നിങ്ങൾ വിശ്വാസികൾക്ക് നിങ്ങൾ കരുത്ത് അല്ലെങ്കിൽ ഇസ്ബാത്ത് നൽകുക, അവർക്ക് സ്ഥൈര്യം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ബോധനം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ പറയാണ്. ഏത് രൂപത്തിലായിരുന്നു മലക്കുകളുടെ സഹായം മുസ്ലിങ്ങൾക്ക് യുദ്ധക്കളത്തിൽ ലഭിച്ചത്? ഇപ്പോൾ ഈ വിഷയത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായത്തിന് നൽകിയിട്ടുള്ള തലക്കെട്ട് ബാബുൽ ഇംദാദു ബിൽ മലായികത്തി ഫീ ഗസ്വത്തി ബദർ, ആ ബദർ യുദ്ധത്തിൽ മലക്കുകൾ അയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായം, അതാണ് ഒരു അധ്യായത്തിന് നൽകിയിട്ടുള്ള ടൈറ്റിൽ. ഇപ്പോൾ യുദ്ധക്കളത്തിൽ മലക്കുകളുടെ അദൃശ്യ സാന്നിധ്യം പല രൂപത്തിലായിട്ട് വിശ്വാസികൾക്കും അതേപോലെ തന്നെ അവിശ്വാസികൾക്കും പല രൂപത്തിലായിട്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. വിചിത്രമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ സ്വഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അദ്ദേഹം പറയാണ്, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി ശത്രുവിനെ പിടികൂടാൻ വേണ്ടി പിറകിൽ ഓടായിരുന്നു. പെട്ടെന്ന് അവരുടെ മുകൾ ഭാഗത്ത് നിന്നായിട്ട് ചാട്ടവാറ് വീശുന്നൊരു ശബ്ദം അവർ കേട്ടു എന്നുള്ളതാണ്. ആ ശബ്ദം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു കുതിരപ്പടയാളി ഉറക്കെ പറയുന്ന ശബ്ദം, അഖദിം ഹൈസൂം, ഓ ഹൈസൂം, മുന്നേറുക എന്ന് കൽപ്പിക്കുന്നതായിട്ടുള്ളൊരു ശബ്ദവും അവർ കേട്ടു എന്നുള്ളതാണ്. സാന്ദർഭികമായിട്ട് ഹൈസൂം എന്നുള്ളത് മലക്കുകളുടെ കുതിരയുടെ പേരാണ്. ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, നമുക്കറിയാത്ത ചില ജീവികൾ, യഖ്ലുഖു മാ ലാ തഅലമൂൻ, മലക്കുകളുടെ ലോകത്ത് ചില ജീവികളുണ്ട്. ആ ജീവികളുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് ചില നാമങ്ങൾ പോലും അവർ നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ ആ ഓടിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം, അദ്ദേഹം നിശ്ചലായി. പിന്നീട് അദ്ദേഹം കാണുന്ന കാഴ്ച, അദ്ദേഹം പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ശത്രു ഉടനെ തന്നെ മലർന്നടിച്ച് നിലത്തേക്ക് വീഴുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന ആ വ്യക്തിയെ ആ മുസ്ലിം നോക്കിയ സന്ദർഭത്തിൽ അയാളുടെ ശരീരത്തിൽ വെട്ടേറ്റ പാടുകളുണ്ട്, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മുഖത്ത് അടിയേറ്റ പാടുകളുണ്ട്, അതേപോലെ തന്നെ പല ഭാഗത്തും ചാട്ടവാറിൻ്റെ അടിയേറ്റ പോലെയുള്ള ശരീരത്തിൻ്റെ പല ഭാഗത്തും കരുവാളിച്ചതായിട്ടെല്ലാം ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്വഹാബി കാണാൻ. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അത്ഭുതത്തോടു കൂടി അദ്ദേഹം ഉടനെ തന്നെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഉടനെ തന്നെ പറഞ്ഞു, സദഖ്ത ദാലിക മിൻ മദദി സമാഇ സാലിസ്, താങ്കൾ പറഞ്ഞത് സത്യമാണ്, അത് 3ാം ആകാശത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളൊരു സഹായമാണ്. 3ാം വാനലോകത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ചിട്ടുള്ളൊരു സഹായമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
അതേപോലെ തന്നെ മറ്റൊരു ഉദ്ധരണിയിൽ സ്വഹാബികളിൽ തന്നെ പെട്ട അബൂദാവൂദ് അൽ മാസുനി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം, അദ്ദേഹം പറയാണ്, ഞാൻ യുദ്ധക്കളത്തിൽ ശത്രുക്കളിൽപ്പെട്ട ചില ആളുകളെ വെട്ടാനായി വാള് ഓങ്ങി എൻ്റെ വാൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ കഴുത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ തല നിലത്ത് വീഴുന്നതായിട്ട് ഞാൻ കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാണ്, ഞാനല്ല, മറിച്ച് എനിക്ക് വേണ്ടി മറ്റാരോ അത് നിർവഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാൾ ഓങ്ങി ഉടനെ തന്നെ ആ തല നിലത്ത് വീഴുന്നതായിട്ടുള്ള കാഴ്ച അവർ ആ യുദ്ധക്കളത്തിൽ കാണാൻ. മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഭവം മുസ്നദിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് അവർക്ക് നൽകിയ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ. ഒന്നാമതായിട്ട് ബനു ഹാശിമുകാരെ നിങ്ങൾ യുദ്ധക്കളത്തിൽ വധിക്കരുത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് രണ്ടാളുകളെ പേരെടുത്ത് പറഞ്ഞിരുന്നു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയും അതേപോലെ തന്നെ അബുൽ ബുഖ്തരിയെയും നിങ്ങൾ യുദ്ധക്കളത്തിൽ വധിക്കരുത്. പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി അവർക്ക് നൽകിയ നിർദ്ദേശമാണ്. അങ്ങനെ യുദ്ധം ആരംഭിച്ച് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മുസ്ലിങ്ങൾ കയ്യോടെ പിടികൂടുകയാണ്, യുദ്ധത്തടവുകാരനായിട്ട് പിടിക്കപ്പെടുകയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പിടിച്ചത് അൻസാറുകളിൽപ്പെട്ട വളരെ ദുർബലനായിട്ടുള്ള വളരെ മെലിഞ്ഞ ഒട്ടിയ ഒരു ശരീരമുള്ള ഒരു സ്വഹാബിയാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പിടികൂടിയത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആകട്ടെ നല്ല ആരോഗ്യവും കരുത്തുള്ള വലിയ ശരീരപ്രകൃതമാണ്. അത്രയും വലിയ ശരീരമുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കീഴടക്കുന്നത് വളരെ ദുർബലനായിട്ട്, ശാരീരികമായിട്ട് വളരെ ദുർബലനായിട്ട് വളരെ മെലിഞ്ഞൊരു സ്വഹാബിയാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ബന്ധനസ്ഥനാക്കുന്നത്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും പിടിച്ച് ഈ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നടക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തിയ ഉടനെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഓ പ്രവാചകരെ, വല്ലാഹി ഇയാളല്ല എന്നെ പിടിച്ചത്, യഥാർത്ഥത്തിൽ ഇയാളല്ല എന്നെ പിടിച്ചത്, എന്നെ മറ്റാരോ പിടിച്ച് ബന്ധനസ്ഥനാക്കിയതിന് ശേഷം ഇയാളുടെ കയ്യിൽ എന്നെ നൽകിയതാണ്. എന്നിട്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് തന്നെ പിടികൂടിയ ആ അദൃശ്യ വ്യക്തിയെ സംബന്ധിച്ച് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വർണ്ണിച്ചു കൊടുക്കുകയാണ്, അഹ്സനിൻ നാസി വജ്ഹൻ, എന്നെ പിടികൂടിയ വ്യക്തി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഏറ്റവും സുമുഖനായിട്ട്, ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ അതീവ ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ള തലമുടിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ആ വ്യക്തി അയാൾ തുടവരെ വെളുത്ത രോമങ്ങളുള്ള ഒരു വെള്ള കുതിരപ്പുറത്താണ് അദ്ദേഹം ഇരുന്നിരുന്നത്. എന്നെ പിടികൂടിയതിന് ശേഷം ഞാൻ ആ യുദ്ധക്കളത്തിലേക്ക് പല ഭാഗത്തേക്കായിട്ട് ഞാൻ നോക്കി, പക്ഷേ പിന്നീട് എവിടെയും ആ വ്യക്തി എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇതാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിനോട് പറയാണ്. അത് പറയുന്ന സന്ദർഭത്തിലും ആ പിടികൂടിയ അൻസാരി റസൂലുള്ളാഹിനോട് അപ്പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു, വല്ലാഹി അന അസർത്തുഹു യാ റസൂലുള്ളാഹ്, ഓ പ്രവാചകരെ, അതല്ല, ഞാനാണ് ഇദ്ദേഹത്തെ പിടികൂടിയതെന്ന് ആ അൻസാരിൽപ്പെട്ട ആ സ്വഹാബി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്കുത് ഫഖദ് അയ്യദക്കല്ലാഹു തആല ബി മലക്കിൻ കരീം, ഓ നീ നിശബ്ദനാവുക, യഥാർത്ഥത്തിൽ മാന്യനായിട്ടുള്ള ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പിൻബലം നൽകിയതാണ്. അതായത് ഒരു മലക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ നീ കീഴടക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മലക്കുകൾ പല രൂപത്തിലായിട്ട് ആ യുദ്ധക്കളത്തിൽ സഹായിച്ചു. ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും, യുദ്ധാനന്തരം മലക്കുകളാൽ വെട്ടേറ്റ ആളുകളെ പ്രത്യേകം തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അതായത് മലക്കുകളാൽ വെട്ടേറ്റ ആളുകൾ ആ വെട്ടേറ്റ ഭാഗത്തൊരു പൊള്ളിയ പാടുകളാൽ ആ രൂപത്തിലായിരുന്നു യുദ്ധക്കളത്തിൽ കാണപ്പെട്ടതെന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഇനി വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്ത ചിത്രങ്ങൾ. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിലെ യുദ്ധക്കളത്തിൽ പോരാടിയോ, അത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന രണ്ട് ഉദ്ധരണികൾ, രണ്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് കടന്നു വരുന്ന ഉദ്ധരണി ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലായിലിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധം ശക്തമായി യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ആ ഒരു സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ യുദ്ധക്കളത്തിൽ കണ്ടില്ല. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ധൃതിപ്പെട്ട് റസൂലുള്ളാഹിൻ്റെ ആ ടെൻറ്റിലേക്ക്, ആ ഹൈമയിലേക്ക് ഞാൻ നടന്നു നീങ്ങി. അവിടെ പോയ സന്ദർഭത്തിൽ ആ ടെൻറ്റിനകത്ത് ഞാൻ കണ്ട കാഴ്ച, ആ സന്ദർഭത്തിൽ ഫഇദാ ഹുവ സാജിദുൻ യഖൂൽ യാ ഹയ്യ യാ ഖയ്യൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുജൂദിൽ കടന്നുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥനയിലാണ്. യാ ഹയ്യ യാ ഖയ്യൂം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങൾ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സുജൂദിൽ കടന്നുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ റിപ്പോർട്ട് തുടരുന്നുണ്ട്. അവർ അല്പസമയത്തിന് ശേഷം വീണ്ടും ഞാൻ പോയി. ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലാണ്.
അതേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്ന മറ്റൊരു റിപ്പോർട്ട്, മുസ്നദിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള മറ്റൊരു ഉദ്ധരണിയിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തനാ യൗമ ബദ്രിൻ വനഹ്നു നലൂദു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിലെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഞങ്ങൾ അഭയം തേടും. വഹുവ അഖ്റബുനാ ഇലൽ അദുവി വകാന മിൻ അശദ്ദിൻ നാസി യൗമ ഇദിൻ ബഅസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ശത്രുക്കളോട് ഏറ്റവും അടുത്ത് നിന്ന് ഞങ്ങൾക്കിടയിൽ ഏറ്റവും ധീരമായിട്ട് ശക്തമായിട്ട് പോരാടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഈ രണ്ട് റിപ്പോർട്ടുകളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് നൽകുന്നത്. ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ അഭയം തേടും, റസൂലുള്ളാഹി ഏറ്റവും ധീരൻ എന്നെല്ലാം പറയുന്നത് സ്വഹാബികൾക്കിടയിൽ ഏറ്റവും ധീരനായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള യോദ്ധാവായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നു ഹജർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് രണ്ടും ചേർത്ത് വെച്ച് അവർ നൽകുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും ആ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി. അതേ സന്ദർഭത്തിൽ ആ യുദ്ധത്തിനിടക്ക് പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സമയം ആ ടെൻറ്റിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നേതാവ് എന്നുള്ള ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മനോഹരമായിട്ടുള്ള മാതൃകയാണ് ആ യുദ്ധക്കളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം നടത്തിയ എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില സ്വഹാബികൾ, ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ബദർ ഹംസയുടെ ദിനായിരുന്നു എന്നെല്ലാം പറയാറുണ്ട്. ആ രൂപത്തിൽ വളരെ ധീരമായിട്ടുള്ള പോരാട്ടം ആ ബദറിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചതുകൊണ്ടാണ് ഉഹദിൽ പ്രത്യേകമായിട്ട് ശത്രുക്കൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം. ഹംസ റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ പോരാടി. അതേപോലെ തന്നെ മറ്റൊരു സ്വഹാബി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. കഴിഞ്ഞ ഭാഗത്ത് പലതും ആ സ്വഹാബിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മലക്കുകൾ പോലും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ വേഷം അനുകരിച്ചായിരുന്നു ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ സംബന്ധിച്ച് സ്വഹീഹുൽ ബുഖാരി കടന്നു വരുന്നൊരു സംഭവം ഉർവ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഉബൈദത്ത് ഇബ്നു സഈദ് ഇബ്നുൽ ആസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, ശത്രുപക്ഷത്തു നിന്ന് ശക്തമായി ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും അയാളോട് അടുക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ അദ്ദേഹം മറ്റുള്ള ആളുകൾക്കെതിരെല്ലാം സധൈര്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും അദ്ദേഹത്തോട് അടുക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം, ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ, ശരീരത്തിൽ ഇനിയൊരു ഭാഗവും ഇല്ലെന്ന രൂപത്തിൽ സമ്പൂർണ്ണമായിട്ട് ശക്തമായിട്ടുള്ള ഇരുമ്പിൻ്റെ പടച്ചട്ട് വെച്ച് കവചങ്ങൾ വെച്ച് അദ്ദേഹം ശരീരം മറച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ വെട്ടിയാലും കൊള്ളാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഈ വ്യക്തി അബൂദാത്തിൽ കർഷ് എന്നുള്ള അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ഈ വ്യക്തി മുസ്ലിങ്ങളെ യുദ്ധക്കളത്തിൽ പരസ്യമായിട്ട് വെല്ലുവിളിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ മുസ്ലിം പക്ഷത്തു നിന്നും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു സധൈര്യം തൻ്റെ കുന്തവുമായി അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി പോവാണ്. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ആ കുന്തം കൊണ്ട് കൃത്യം അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ലക്ഷ്യം വെച്ച് എറിയാണ്. കാരണം ശരീരത്തിൽ ഇനി അദ്ദേഹം മറക്കാത്ത ഏക ഭാഗം കണ്ണ് മാത്രമാണ്. കണ്ണ് മറക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഭാഗം കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് സുബൈർ റളിയല്ലാഹു അൻഹു എറിഞ്ഞ് ആ വ്യക്തിയെ കീഴടക്കുക. അതെല്ലാം സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ യുദ്ധ സാമർഥ്യം, അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം, അദ്ദേഹത്തിൻ്റെ ധീരതയെല്ലാമാണ് ഈ ഒരു സംഭവം കാണിച്ചു തരുന്നത്. മനോഹരമായിട്ടുള്ളൊരു കാര്യം, ആ പ്രധാനപ്പെട്ട ശത്രുവിനെ കീഴടക്കിയ ആ ഒരു കുന്തം, അത് യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി അത് സംരക്ഷിച്ചു എന്നുള്ള ബദറിൻ്റെ ഒരു സ്മരണ എന്നോണം റസൂലുള്ളാഹി അത് സംരക്ഷിച്ചു. പിന്നീട് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു തന്നെ തിരിച്ചു വാങ്ങി. പിന്നീട് തുടർന്ന് വരുന്ന 4 ഖലീഫമാരും അത് കൈവശപ്പെടുത്തി സംരക്ഷിച്ചു എന്നുള്ളതാണ്. അവസാനം സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരനായിട്ടുള്ള മകൻ, പിന്നീട് ഖലീഫയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രക്തസാക്ഷിയാകുന്നത് വരെ ആ ഒരു കുന്തം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള ആ രൂപത്തിലാണ് ആ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കരുതെന്ന് പ്രത്യേകമായിട്ട് അവർക്ക് നിർദ്ദേശം നൽകിയ രണ്ടാമത്തെ വ്യക്തി അബുൽ ബുഖ്തരി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. അബുൽ ബുഖ്തരി യുദ്ധത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ അൻസാറുകളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ളൊരു സ്വഹാബി മുജദ്ദിർ ഇബ്നു സിയാദ് അൽ ബലവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അബുൽ ബുഖ്തരി യുദ്ധക്കളത്തിൽ നേർക്കുനേരെ കണ്ടെത്തുകയാണ്. അപ്പോൾ കണ്ട ഉടനെ തന്നെ ഈ സ്വഹാബി അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന അൻ ഖത്ലിക്, താങ്കളെ വധിക്കരുതെന്ന് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ താങ്കൾ കീഴടങ്ങുക. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അബുൽ ബുഖ്തരി മറുപടിയായിട്ട് പറഞ്ഞു, എന്നെ മാത്രം നിങ്ങൾ വധിക്കാതിരിക്കണ്ട, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ നിങ്ങൾ വധിക്കാൻ പാടില്ല. അത് കേട്ട സന്ദർഭത്തിൽ ഈ സ്വഹാബി അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് ഒരു കൽപ്പനയും നൽകിയിട്ടില്ല. ഉടനെ തന്നെ അബുൽ ബുഖ്തരി
അബുൽ ബുഖ്തരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ മാത്രം നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞ് അബുൽ ബുഖ്തരി തൻ്റെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ മുജദ്ദിർ സിയാദ് അൽ ബലബി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റുമുട്ടാൻ വേണ്ടി വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആ സ്വഹാബിക്ക് പ്രതിരോധിക്കേണ്ടി വന്നു. ആ ഏറ്റുമുട്ടലിൽ ആ സ്വഹാബി അബുൽ ബുഖ്തരി യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവർ പ്രവൃത്തി ചെയ്തത്. അങ്ങനെ യുദ്ധാനന്തരം ആ സ്വഹാബി അങ്ങേയറ്റം വിഷമത്തോടു കൂടെ റസൂലുള്ളാഹിനെ സമീപിക്കുകയാണ്. റസൂലുള്ളാഹിനോട് ഉണ്ടായ സംഭവം പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല, വിമർശിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം ചെയ്തതല്ല, മറിച്ച് ആ സാഹചര്യം അദ്ദേഹത്തെ ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു. അതായത് സ്വയം പ്രതിരോധത്തിന് വേണ്ടി അദ്ദേഹത്തിന് ആ രൂപത്തിൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടിയ മറ്റൊരു സ്വഹാബി ഉക്കാശ ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു. ഉക്കാശ റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു സംഭവത്തിനാൽ നമുക്കെല്ലാം സുപരിചിതനാണ്. അദ്ദേഹം സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രവചനം. റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട 70,000-ഓളം ആളുകൾ യാതൊരു വിചാരണയും കൂടാതെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞ ഉടനെ തന്നെ ആ സ്വഹാബികളുടെ സദസ്സിൽ നിന്നും ഉക്കാശ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി അദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും. ഓ പ്രവാചകരെ, ഞാൻ അതിൽ പെടാൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി ഉടനെ തന്നെ പറഞ്ഞു, അൻത മിൻഹും, താങ്കൾ അതിൽ പെട്ടതാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള സൈഡ് പോയിന്റ്. ഇപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയ 10 ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, അശറ മുബശ്ശിരീൻ. അതിൽ പെടാതെ തന്നെ റസൂലുള്ളാഹി നിരവധി ആളുകൾക്ക് ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും അതേപോലെ തന്നെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവും ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും ഉക്കാശ ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു എല്ലാം ആ ഗണത്തിൽ വരുന്നതാണ്. 10 ആളുകൾ മാത്രമല്ല, അതല്ലാതെ തന്നെ റസൂലുള്ളാഹി നിരവധി ആളുകൾക്ക് ആ സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. ഉക്കാശ റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി പറഞ്ഞു, താങ്കൾ അതിൽ പെട്ടതാണ്. ഉടനെ തന്നെ ആ സദസ്സിൽ നിന്ന് മറ്റൊരാൾ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള മറുപടി, സബഖക ബിഹ ഉക്കാശ, ഉക്കാശ താങ്കളെക്കാൾ മുന്നിലെത്തിയിരിക്കുന്നു. അതായത് ഒരൊറ്റ ചാൻസാണ് ഉണ്ടായിരുന്നത്, അത് ഉക്കാശ നേരത്തെ തന്നെ ചാടിപ്പിടിച്ച് ഇനി അവസരമില്ലെന്ന് റസൂലുള്ളാഹി ആ സ്വഹാബിക്ക് മറുപടി നൽകണം. മനോഹരമായിട്ടുള്ള ഹദീസാണ്. അതായത് അവസരങ്ങൾ, അതായത് മരണാനന്തര ജീവിതത്തിലേക്ക് നന്മ ചെയ്യാൻ നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ നമ്മൾ കൂടുതലൊന്നും ചിന്തിച്ച് നിൽക്കാതെ ചാടിപ്പിടിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സാബിഖു അല്ലെങ്കിൽ വസാരിഉ, ഇതേ രൂപത്തിൽ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക, നിങ്ങൾ ഓടുക, ആ രൂപത്തിലുള്ള പ്രയോഗങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ ധൃതിപ്പെട്ട് മുന്നേറി ഉക്കാശ റളിയല്ലാഹു അൻഹു ആ ഒരു വിഷയത്തിൽ മനോഹരമായിട്ടുള്ള മാതൃകയാണ് ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നത്. അതാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ സ്വഹാബി ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് മുറിഞ്ഞു പോവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹം ഉടനെ തന്നെ റസൂലുള്ളാഹിനെ സമീപിച്ച് കാര്യം പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പകരമായിട്ട് നൽകാൻ മറ്റൊരു വാളുണ്ടായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സമീപത്തെല്ലാം നോക്കിയ സന്ദർഭത്തിൽ നിലത്തൊരു വിറകിൻ്റെ കമ്പ് ഒരു കഷ്ണം കിടക്കുന്നതായിട്ട് റസൂലുള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ റസൂലുള്ളാഹി വിറകിൻ്റെ കഷ്ണം എടുത്ത് ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് അതുമായിട്ട് പോയി യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ ഉക്കാശ റളിയല്ലാഹു അൻഹു, പ്രവാചകർ, ഇതുമായിട്ട് ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? ആ രൂപത്തിൽ ഒന്നും പ്രതികരിക്കാതെ എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് അതുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ കമ്പുമായിട്ട് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ ഇറങ്ങി ആ വിറകിൻ്റെ കമ്പ് വീശിയ സന്ദർഭത്തിൽ അവിടെ ഒരു അത്ഭുതം, ഒരു കറാമത്ത് സംഭവിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ആ വിറകിൻ്റെ ആ ഒരു കഷ്ണം അത് അങ്ങേയറ്റം തിളക്കമേറിയ മൂർച്ചയുള്ളൊരു വാളായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് വാളായിട്ട് മാറി ആ യുദ്ധത്തിലുടനീളം ഉക്കാശ റളിയല്ലാഹു അൻഹു അതുമായിട്ട് പോരാടി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തുടനീളം ഉണ്ടായ എല്ലാ യുദ്ധങ്ങളിലും ഉക്കാശ റളിയല്ലാഹു അൻഹു ആ വാൾ തന്നെയായിരുന്നു പിന്നീട് ഉപയോഗിച്ചത്. ആ വാളിന് അദ്ദേഹം ഔൻ അല്ലെങ്കിൽ സഹായം എന്നുള്ളൊരു പേരും ആ വാളിന് നൽകി. പിന്നീട് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് മുർത്തദുകളുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ഉക്കാശ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദാകുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ വാളുണ്ടായിരുന്നു. ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ അവർ ഖബറടക്കിയ സന്ദർഭത്തിൽ ആ വാൾ കൂടെ വെച്ചു എന്നെല്ലാം ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നില്ല. അല്ലാഹു അലം. ആ രൂപത്തിൽ ഒരു അത്ഭുതവും ബദറിൻ്റെ യുദ്ധക്കളത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ ആ രക്തസാക്ഷിത്വം, അതായത് ഷഹീദായ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു സ്വഹാബി
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികൾ ഒരാളാണ് ഈ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊച്ചു സംഘവുമായിട്ട് മദീനയിൽ നിന്നും പുറപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് ആ പട്ടണത്തിൻ്റെ അതിർത്തിയെല്ലാം വിട്ട സന്ദർഭത്തിൽ ആ സൈന്യത്തെ ഒന്ന് പുനഃപരിശോധിക്കുന്നുണ്ട്. അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ സംഭവം ഉദ്ധരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ആ യാത്ര തുടങ്ങിയ സന്ദർഭത്തിൽ എൻ്റെ സഹോദരൻ, അതായത് എൻ്റെ ഇളയ സഹോദരൻ അങ്ങേയറ്റം അസ്വസ്ഥനായിട്ട് എനിക്ക് അവനെ കാണാൻ സാധിച്ചു. ആ സന്ദർഭത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, മാലക്ക യാ അഖി, എന്തു പറ്റി? ആ സന്ദർഭത്തിൽ എൻ്റെ ഇളയ സഹോദരൻ എന്നോട് പറഞ്ഞു, ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയറുദ്ദനി, ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങേയറ്റം, അതായത് ഞാൻ ചെറുപ്പമായതിനാൽ റസൂലുള്ളാഹി എങ്ങാനും എന്നെ റസൂലുള്ളാഹി എന്നെ തിരിച്ചയക്കോ എന്നുള്ള ഭയമാണ് എന്നെ വേട്ടയാടുന്നത്. അതുമാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അന ഉഹിബ്ബുൽ ഖുറൂജ് ലഅല്ലല്ലാഹു യർസുഖ്നി അഷ്ഷഹാദ, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ആ രക്തസാക്ഷിത്വം വഹിക്കണമെന്നെല്ലാം ഞാൻ അതിയായി മോഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി എങ്ങാനും എന്നെ തിരിച്ചയക്കോ, അതാണ് എന്നെ ഭയപ്പെടുത്തുന്നതെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനിയൻ മറുപടി നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. മതപരമായിട്ടുള്ള കാര്യത്തിലെല്ലാം, അത് ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും എക്സ്ക്യൂസ് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇതേ സന്ദർഭത്തിൽ നേർവിരുദ്ധമായിട്ടുള്ള സമീപനാണ് സ്വഹാബികളിൽ കാണാൻ സാധിക്കുന്നത്. ആ സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു അനിയനെ ആശ്വസിപ്പിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പട്ടണത്തിൻ്റെ അതിർത്തി വിട്ട് ആ സൈന്യത്തെ പരിശോധിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സന്ദർഭത്തിൽ 15 വയസ്സിൽ താഴെയുള്ള ആളുകളെല്ലാം റസൂലുള്ളാഹി തിരിച്ചയക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാം റസൂലുള്ളാഹി മടക്കി അയച്ചതാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പരിശോധനയ്ക്കിടയിൽ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അദ്ദേഹം എന്താണോ ഭയപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മടങ്ങിപ്പോവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹി മടങ്ങാൻ കൽപ്പിച്ച സന്ദർഭത്തിൽ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ദുഃഖിതനാവാൻ. ആ സ്വഹാബി, അതായത് ആ ചെറുപ്പക്കാരനായിട്ടുള്ള സ്വഹാബി അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു, ജ്യേഷ്ഠൻ സഅദ് റളിയല്ലാഹു അൻഹു പോയി റസൂലുള്ളാഹിനോട് സംസാരിച്ച് അവസാനം അവൻ്റെ ആ അടങ്ങാത്ത ദുഃഖവും അതേപോലെ തന്നെ ആ താല്പര്യമെല്ലാം കണക്കിലെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി റസൂലുള്ളാഹി അവന് നൽകുകയാണ്. അങ്ങനെ ജ്യേഷ്ഠൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവന് നന്നേ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ അവൻ്റെ അരപ്പട്ടയെല്ലാം ഞാനാണ് മുറുക്കി കൊടുത്തത്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ധീരമായി പോരാടി അവസാനം അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത്, നേരത്തെ പറഞ്ഞു ലഅല്ലല്ലാഹ യർസുഖ്നി അഷ്ഷഹാദ, അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാൻ, അതായത് ആ ബദറിൽ രക്തസാക്ഷിയാകാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള. അങ്ങനെ ബദറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശുഹദാക്കളിൽ ഒരാളാണ് ഈ പറയപ്പെട്ട സഅദ് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഇനി യുദ്ധത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ചില ഹൈലൈറ്റുകൾ, ശത്രുക്കളുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളെ ഏത് രൂപത്തിലായിരുന്നു മുസ്ലിങ്ങൾ കീഴടക്കിയത്? ഒന്നാമതായിട്ട് ശത്രുക്കളുടെ നേതാവായ അബൂജഹൽ ലഅനഹുല്ലാ. അബൂജഹൽ പ്രത്യേകം മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ആകരുത്. അബൂലഹബും അബൂജഹലും. അബൂലഹബ് യുദ്ധത്തിന് വന്നിട്ടില്ല, അബൂലഹബ് മക്കയിലാണുള്ളത്. ഇവിടെ നമ്മൾ പറയുന്നത് അബൂജഹൽ, അംർ ഇബ്നു ഹിഷാം എന്നറിയപ്പെടുന്ന ആ ശത്രുക്കളുടെ നേതാവിനെ സംബന്ധിച്ചാണ്. ആരായിരുന്നു ആ ശത്രുക്കളുടെ തലവനായ അബൂജഹലിനെ വധിച്ചത്? എന്തായിരുന്നു സംഭവം? സ്വഹീൽ ബുഖാരിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, യുദ്ധക്കളത്തിൽ യുദ്ധം ആരംഭിച്ച സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഇടതും വലതും 2 വശത്തേക്ക് നോക്കിയ സന്ദർഭത്തിൽ വളരെ നന്നേ പ്രായം ചെറുന്ന 2 അൻസാരി കുട്ടികളാണ് എൻ്റെ 2 ഭാഗത്തും എനിക്ക് കാണാൻ സാധിച്ചത്. ആ സന്ദർഭത്തിൽ ഞാൻ ഒരല്പം നിരാശനാകാനുള്ള കാരണം, യുദ്ധക്കളത്തിൽ നമ്മളൊരല്പം വീക്കാകുന്ന സന്ദർഭത്തിൽ ഇടതും വലുതുള്ള ആളുകളാണ് ആദ്യം തന്നെ സഹായത്തിന് ഓടിയെത്തുക. അപ്പോൾ നേരത്തെ മുബാറസയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഓടിയെത്തിയ ആ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ രൂപത്തിൽ ഞാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ, യുദ്ധം ആരംഭിച്ച സന്ദർഭത്തിൽ വലതുവശത്തുള്ള ആൾ എന്നെ മെല്ലെ തോണ്ടി എൻ്റെ ചെവിയിൽ വന്ന് അവൻ മന്ത്രിച്ചു, യാ അമ്മി ഹൽ തഅരിഫു അബൂജഹൽ. ആ കുട്ടി വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ അബൂജഹലിനെ അറിയോ? ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നഅം, എനിക്കറിയാം. എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, മാ ഹാജത്തുക ഇലൈഹി യാ ഇബ്നു അഖി, എന്തിനാണ് മോനെ നീ അബൂജഹലിനെ അന്വേഷിക്കുന്നത്? ആ ചെറുപ്പക്കാരനായിട്ടുള്ള അൻസാരി കുട്ടി മറുപടി പറഞ്ഞു, ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ചീത്ത പറയുന്നതായിട്ടും ഉപദ്രവിച്ചതായിട്ടുള്ള ചരിത്രമെല്ലാം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശേഷം ആ കുട്ടി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം.
അബൂജഹലിനെ ഈ യുദ്ധക്കളത്തിൽ നേർക്ക് നേരെ കണ്ടാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അയാൾ, ആ രൂപത്തിൽ ആ കുട്ടി ഒരു ശപഥം ചെയ്യാണ്. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫതഅജ്ജബ്തുഹു ലിദാലിക, ഞാനത് കേട്ട സന്ദർഭത്തിൽ ആ കുട്ടിയുടെ ധൈര്യവും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ആ ധൈര്യമെല്ലാം കണ്ട സന്ദർഭത്തിൽ ഞാൻ അത്ഭുതപ്പെട്ട് അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഉടനെ തന്നെ അപ്പുറത്തുള്ള ഇടതുവശത്തുള്ള ആളും എന്നെ തോണ്ടി എൻ്റെ ചെവിയിൽ രഹസ്യമായിട്ട് അതേ ചോദ്യം ആവർത്തിച്ചു. അതേ ചോദ്യം അവനും ആവർത്തിക്കുകയാണ്. അപ്പോൾ രണ്ടാളും രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത്. രണ്ടാളും യഥാർത്ഥത്തിൽ അബൂജഹലിനെ വധിക്കാൻ വേണ്ടി രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ഈ അൻസാരി കുട്ടികളും മത്സരത്തിലാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് കേട്ട സന്ദർഭത്തിൽ എനിക്ക് ആശ്വാസമായി. കാരണം അവർ അത്രയേറെ ധൈര്യശാലികളായിട്ടുള്ള രണ്ടാളുകളാണ്. ആ രണ്ടാളുകളോട് ഞാൻ അബൂജഹലിനെ യുദ്ധക്കളത്തിൽ കണ്ടാൽ കാണിച്ചു തരാമെന്ന് രണ്ടാളോടും ഞാൻ രഹസ്യമായിട്ട് മറുപടിയും നൽകി. അവിടെ മനോഹരമായിട്ടുള്ള ഒരു സൈഡ് പോയിന്റ് ചിന്തിച്ചു നോക്കുക. ഈ രണ്ടാളുകളും അൻസാറുകളിൽപ്പെട്ട ചെറുപ്പക്കാരാണ്. അവർ അബൂജഹലിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, പക്ഷെ അവർ ധാരാളമായി കേട്ടിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുള്ള അടങ്ങാത്ത സ്നേഹം കാരണം അവർക്കറിയാത്ത ആ റസൂലിൻ്റെ ചരിത്രം, മക്കൻ സീറയെ സംബന്ധിച്ച് അവർ ധാരാളം കേട്ട് പഠിച്ചിട്ടുണ്ട്. അത് ആഴത്തിൽ പഠിച്ച് ഉൾക്കൊണ്ടത് കൊണ്ടാണ് അത്രയേറെ ആവേശത്തോടു കൂടി അവർ റസൂലിൻ്റെ മുഖ്യ ശത്രുവിനെ അവർ തിരക്കുന്നത്. സീറയുടെ ഒന്നാമത്തെ ഭാഗത്ത് സീറ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സന്ദർഭത്തിലും ഈ ഒരു സംഭവം ഞാൻ അവിടെ ഉദ്ധരിച്ചിരുന്നു. ആരായിരുന്നു അബൂജഹലിനെ അന്വേഷിച്ച രണ്ട് ചെറുപ്പക്കാർ? ഒന്നാമത്തെ വ്യക്തി വലതു ഭാഗത്ത് നിൽക്കുന്നത്, നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ മുബാറസ ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ആദ്യമായിട്ട് എഴുന്നേറ്റുന്ന അൻസാറുകളിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഇബ്ന അഫ്രയുടെ മകൻ മുഅവ്വിദ് ബിൻ അഫ്ര റളിയല്ലാഹു അൻഹു, അതാണ് ഒരാൾ. രണ്ടാമത് ഇടത് ഭാഗത്ത് നിൽക്കുന്നത് പ്രസിദ്ധനായിട്ടുള്ള അൻസാരി സ്വഹാബി അംറുബിന് ജമൂഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുആദ് ബിൻ അംറുബിന് ജമൂഹ് റളിയല്ലാഹു അൻഹു. അപ്പോൾ മുആദും മുഅവ്വിദും ഈ രണ്ടാളുകളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇരുഭാഗത്ത് നിന്നുകൊണ്ട് അബൂജഹലിനെ തിരക്കിയത്. അങ്ങനെ യുദ്ധം ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങ് ദൂരെ നിൽക്കുന്ന അബൂജഹലിനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അബൂജഹലിനെ കണ്ട ഉടനെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തൻ്റെ ഇടതും വലതും നിൽക്കുന്ന രണ്ടാളുകളോടായിട്ട് വിളിച്ചു പറഞ്ഞു, ഇന്ന ഹാദാ സ്വാഹിബുക്കുമാ സഅൽതുമാനി, നിങ്ങൾ രണ്ടാളും എന്നോട് അന്വേഷിച്ച അബൂജഹലാണ് നിൽക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അത് കേൾക്കേണ്ട താമസം ഈ രണ്ടാളുകളും മുആദും മുഅവ്വിദും രണ്ടാളുകളും അവരുടെ വാളുകളെടുത്ത് അബൂജഹലിനെ ലക്ഷ്യം വെച്ച് ആ ദിശയിലേക്ക് അവർ കുതിക്കുകയാണ്. അപ്പം അബൂജഹൽ ശത്രുക്കളുടെ നേതാവാണ്, തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ചുറ്റിലുണ്ടാകണം. അപ്പം അബൂജഹൽ ഈ രൂപത്തിൽ, അതായത് ഈ രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ മുന്നേറ്റം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ ഒന്നുകിൽ അത് ശത്രുക്കളുടെ ശ്രദ്ധയിൽ പെട്ട് കാണില്ല, ഇനി പെട്ടാലും അവരെ അവഗണിച്ച് കാണാം. ഈ രണ്ട് കുട്ടികൾ എന്ത് ചെയ്യാനാണ്? അതല്ലെങ്കിൽ ആ ശത്രുക്കളുടെ ആ ഒരു അശ്രദ്ധ മുതലെടുത്താകണം ഈ രണ്ടാളുകളും ആ ദിശയിലേക്ക് കുതിച്ച് അതിൻ്റെ മുന്നിൽ ഓടുന്നത് മുആദ് ബിൻ അംറുബിന് ജമൂഹ് റളിയല്ലാഹു അൻഹുവാണ് മുന്നിൽ ഓടുന്നത്. അദ്ദേഹം മുന്നിൽ ഓടി ആ കുതിരപ്പുറത്തിരിക്കുന്ന അബൂജഹലിൻ്റെ ശരീരത്തിലേക്ക് അദ്ദേഹം വാളുമായിട്ട് ചാടാണ്. ഉയരത്തിൽ സർവ്വശക്തി ഉപയോഗിച്ച് ഉയരത്തിൽ ചാടിയ സന്ദർഭത്തിൽ അബൂജഹലിൻ്റെ ശരീരത്തിൻ്റെ മേൽഭാഗത്തേക്ക് അദ്ദേഹത്തിന് എത്താനായില്ല. കുതിരപ്പുറത്തിരിക്കുന്ന അബൂജഹലിൻ്റെ ആ കാലിൻ്റെ ഉയരത്തിലേ അദ്ദേഹത്തിന് എത്താനായുള്ളൂ. അപ്പോൾ കാലിൻ്റെ ഉയരത്തിലെത്തിയ സന്ദർഭത്തിൽ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അബൂജഹലിൻ്റെ ഇടത്തെ കാലിനെ ശക്തമായിട്ട് അദ്ദേഹം വെട്ടുകയാണ്. ആ വെട്ടേറ്റ സന്ദർഭത്തിൽ അബൂജഹലിൻ്റെ ഇടത്തെ കാല് തെറിച്ചു പോയി എന്നുള്ള അത്രയും ശക്തമായിട്ടായിരുന്നു ആ വെട്ട്. അതിനെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാൾ വിവരിക്കുന്നത്, അക്കാലത്ത് അവർ ആട്ടുകല്ലിൽ ഈത്തപ്പഴമെല്ലാം അരക്കുന്ന സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ ഈത്തപ്പഴത്തിൻ്റെ കുരു കുടുങ്ങിയാൽ അത് ആട്ടുകല്ല് അല്ലെങ്കിൽ അവരുടെ ആ മിക്സിയിൽ നിന്ന് തെറിച്ചു പോകുന്ന രൂപത്തിൽ അബൂജഹലിൻ്റെ ഇടത്തെ കാല് തെറിച്ചു പോയി എന്നുള്ളതാണ്. അബൂജഹലിന് ആ ഇടത്തെ കാല് നഷ്ടപ്പെടുകയാണ്. ഉടനെ തന്നെ അബൂജഹലിൻ്റെ സമീപത്തുണ്ടായിരുന്ന അയാളുടെ മകൻ ഇക്രിമ ഇബ്ൻ അബീ ജഹൽ, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഇക്രിമ തൻ്റെ പിതാവിനെ വെട്ടിയ മുആദിൻ്റെ കൈക്ക് ആഞ്ഞു വെട്ടുകയാണ്. അപ്പോൾ വെട്ടേറ്റ മുആദിൻ്റെ വലത് കൈ തോളിൽ നിന്നും ഒടിഞ്ഞു തൂങ്ങാണ്. ഒരു നൂൽബന്ധം പോലെ അത് ശരീരത്തിൽ ആ കൈയിൻ്റെ ഭാഗത്ത് അവിടെ തൂങ്ങി നിന്നു എന്നുള്ളതാണ്. പിന്നീട് ആ തൂങ്ങിയ കൈയും വെച്ച് ഒറ്റക്കൈയുമായിട്ട് വീണ്ടും അദ്ദേഹം ആ ബദറിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം ഒറ്റക്കൈയും വെച്ച് പിന്നീട് പോരാടി എന്നുള്ളതാണ്. എന്നിട്ട് മുആദ് തന്നെ പറയാണ്, തൂങ്ങി നിൽക്കുന്ന ആ ഒറ്റക്കൈ വല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സന്ദർഭത്തിൽ ഞാനത് കാലിൻ്റെ അടിയിൽ ചവിട്ടി പിടിച്ച് ഞാനങ്ങ് നിവർന്നു നിന്നു. അതോടുകൂടെ ആ കൈ പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കുക, വെറും 17 വയസ്സ് മാത്രമാണ് പ്രായം. ആ ഒരു ഒറ്റ കൈയും വെച്ച് അദ്ദേഹം ബദറിൽ ധീരമായി പോരാടി. പിന്നീടും അദ്ദേഹം ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്.
അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. ഒരുപാട് കാലം അദ്ദേഹം ആ കൈ നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിൽ തന്നെ പിന്നീട് ഒരുപാട് കാലം ജീവിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം ഷഹീദല്ല, നോർമലായിട്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് വഫാത്താകുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വെട്ടേറ്റ് അബൂജഹലിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിൽ ശത്രുക്കൾ സെക്യൂരിറ്റി എല്ലാം അബൂജഹലിൻ്റെ ചുറ്റും സെക്യൂരിറ്റി എല്ലാം ശക്തമാക്കിയിരിക്കണം. അപ്പോൾ പിറകെ വരുന്ന അടുത്ത ആൾ മുഅബ്ബിദ് മറ്റൊരവസരത്തിന് വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മുആദ് മുഅബ്ബിദും രണ്ടാളുകളും അബൂജഹലിനെ വധിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ ചുറ്റുള്ള ആളുകളുടെ ശ്രദ്ധ തെറ്റിയ മറ്റൊരു സന്ദർഭത്തിൽ ഈ മുഅബ്ബിദ് വന്ന് വീണ്ടും അബൂജഹലിനെ ഒരു വെട്ടാനുള്ള ഒരു അവസരം മുഅബ്ബിദിനും കൈവരാണ്. മുഅബ്ബിദ് അബൂജഹലിനെ വെട്ടി അബൂജഹലിനെ ചക്രശ്വാസം വലിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ യുദ്ധക്കളത്തിലിട്ട് അദ്ദേഹം തിരിച്ചു പോവാണ്. എവിടെയാണ് വെട്ടിയത് അത് കൃത്യമായിട്ട് ഗ്രന്ഥങ്ങളിലൊന്നും സൂചിപ്പിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ രണ്ടാളുകളുടെയും വെട്ടുകളേറ്റ് അബൂജഹൽ ആ യുദ്ധക്കളത്തിൽ ആ മരണവും പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഈ രണ്ടാളുകളും ഉടനെ തന്നെ ഓടി റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് രണ്ടാളുകളും പറഞ്ഞു, ഓ പ്രവാചകരെ, ഞങ്ങൾ അബൂജഹലിനെ വധിച്ചു. രണ്ടാളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കുമാ ഖതലഹു, നിങ്ങളിൽ ആരാണ് അബൂജഹലിനെ വധിച്ചത്? അപ്പോൾ രണ്ടാളും ഒരുപോലെ പറഞ്ഞു, അന ഖതൽതുഹു, ഞാനാണ് അദ്ദേഹത്തെ കൊന്നത്, ഞാനാണ് അബൂജഹലിനെ കൊന്നതെന്ന് രണ്ടാളും ഒരേ രൂപത്തിൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, അൽ മസഹ്തുമാ സൈഫൈക്കുമാ, നിങ്ങൾ രണ്ടാളുകളും നിങ്ങളുടെ ആ വാളിലുള്ള രക്തം തുടച്ചു നീക്കിയോ? അപ്പോൾ അവർ പറഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ഫനദറ ഫീ സൈഫൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകളുടെയും വാളുകൾ പരിശോധിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു, കിലാകുമാ ഖതലഹു, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് അബൂജഹലിനെ വധിച്ചത്. അങ്ങനെ അവർ രണ്ടാളുകൾ യുദ്ധക്കളത്തിൽ വീണ്ടും പോരാടി. മുആദിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മുആദ് കൈ നഷ്ടപ്പെട്ട അവസ്ഥയിൽ പോരാടി പിന്നീട് ഒരുപാട് കാലം ജീവിച്ചു. പക്ഷേ അതിൽ മുഅബ്ബിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അബൂജഹലിനെ വെട്ടിയതിന് ശേഷം യുദ്ധക്കളത്തിൽ പോരാടി. ആ പോരാട്ടത്തിൽ ബദറിൻ്റെ ഏതോ ഒരു പോയിന്റിൽ ആ ബദറിൻ്റെ രണാങ്കണത്തിൽ ശത്രുവിൻ്റെ വെട്ടേറ്റ് മുഅബ്ബിദ് റളിയല്ലാഹു അൻഹു ആ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ഷഹീദായി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, ശത്രുവിനെ കൊന്നയാൾക്കാണ് അയാളുടെ സലബ്, അയാളുടെ യുദ്ധം മുതൽ ലഭിക്കുക. ആ ശത്രുവിൻ്റെ വാളും പരിചയം ആ വാഹനമെല്ലാം കൊന്ന വ്യക്തിക്കാണ് ലഭിക്കുക. സ്വഹീഹ് മുസ്ലിമിൽ ഈ വിജയകരമായിട്ട് ഒരു അധ്യായം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അബൂജഹലിനെ രണ്ടാളും ഒരേ രൂപത്തിലാണ് വധിച്ചത്. അപ്പോൾ അബൂജഹലിൻ്റെ ആ യുദ്ധം മുതൽ തുല്യമായിട്ട് രണ്ടാളുകൾക്കും ലഭിക്കുമായിരുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ച സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ മുഅബ്ബിദ് റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദായി. പിന്നീട് അവശേഷിക്കുന്നത് മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അപ്പോൾ അബൂജഹലിൻ്റെ യുദ്ധം മുതലെല്ലാം മുആദ് റളിയല്ലാഹു അൻഹുവിനാണ് അവസാനം ലഭിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാളുകളുടെയും വെട്ടേറ്റ് ചക്രശ്വാസം വലിക്കുന്ന അന്ത്യ നിമിഷങ്ങൾ പ്രതീക്ഷിച്ച് അബൂജഹൽ അവിടെ യുദ്ധക്കളത്തിൽ നിലം പതിച്ചിരിക്കുകയാണ്. ആ അബൂജഹലിൻ്റെ അന്ത്യനിമിഷങ്ങൾ അടുത്ത് വരികയാണ്. ചിന്തിച്ചോക്കെ അവിടെ മനോഹരമായിട്ടുള്ള മറ്റൊരു പോയിന്റ്, ഏറ്റവും വലിയ ധിക്കാരിയായിട്ടുള്ള ആ ശത്രുക്കളുടെ ആ നേതാവിനെ കീഴടക്കിയത് രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. അത് തന്നെ അഹങ്കാരിയായിട്ടുള്ള അബൂജഹലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയൊരു അപമാനമാണ്. അങ്ങനെ നമ്മൾ ഒരല്പം കൂടെ മുന്നോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ആ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതായത് ഇതിന് മുഴുനീള ചിത്രം കിട്ടാൻ വേണ്ടി ഒരല്പം മുന്നിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുകയാണ്. അബൂജഹലിനെ വധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പരിശോധിക്കാൻ വേണ്ടി സ്വഹാബികൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി അതിനു വേണ്ടി ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തെരഞ്ഞു നടന്ന അവസാനം യുദ്ധക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് ആ ചക്രശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്ന അബൂജഹലിനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വീണ് കിടക്കുന്ന അബൂജഹലിൻ്റെ ശരീരത്തിലേക്ക് നെഞ്ചിലേക്ക് കയറി നിൽക്കുകയാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്കിടയിൽ ഏറ്റവും മെലിഞ്ഞൊട്ടിയ വളരെ കുറിയതായിട്ടുള്ള ഒരു ശരീരത്തിനുടമയാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടനയെ വിവരിക്കുന്നത് ഒരു സാധാരണ ആവറേജ് പൊക്കമുള്ള ഒരു വ്യക്തി ഇരിക്കുന്നത് പോലെയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ നേരാൻ വണ്ണം കാണാൻ പോലും കഴിയില്ല. അത്രയും ചെറിയ ശരീരത്തിനുടമയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം നമ്മൾ പല ആളുകളും കേട്ടതാണ്. സ്വഹീഹയിൽ കടന്നു വരുന്നൊരു സംഭവത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേക്കാൻ അറാക്ക് പറിക്കാൻ വേണ്ടി ഒരു വൃക്ഷത്തിൽ കയറിയ സന്ദർഭത്തിൽ കാറ്റടിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ തുണിയുടെ അടിഭാഗം ഒരല്പം നീങ്ങി കാലുകൾ വെളിവായി. ആ കാലുകൾ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ ദുർബലമായ ഈർക്കിളി പോലെയുള്ള ആ കാലുകൾ കണ്ട സന്ദർഭത്തിൽ
സ്വഹാബികൾ മുഴുവൻ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കോപിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അവർ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളറിയണം, ഈ കാലുകൾ നാളെ മരണാനന്തര ജീവിതത്തിൽ ഉഹദ് മലയേക്കാൾ കനം തൂങ്ങുന്ന രൂപത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന പ്രകീർത്തനങ്ങൾ പ്രസിദ്ധമാണ്. ആ രൂപത്തിലുള്ള ഒരു ശരീരഘടനയുള്ള വ്യക്തിയാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നേരെ ഓപ്പോസിറ്റാണ് അബൂജഹൽ. അബൂജഹൽ ലഅനഹുല്ലാഹ് നമുക്കറിയാം, വലിയ ശരീരത്തിനുടമയാണ്. അബൂജഹലിനെ സംബന്ധിച്ച് പറയുന്നത്, അബൂജഹൽ കുതിരപ്പുറത്തിരുന്നാൽ കാലുകൾ നിലത്ത് തട്ടുമാർ അത്രയും ഭീമാകാരമായിട്ടുള്ള ശരീരത്തിനുടമയായിരുന്നു അബൂജഹൽ. അപ്പം അബൂജഹലിൻ്റെ ആ നെഞ്ചിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി നിന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അൽ അഖ്സാക യാ അദുവല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുവേ, ഈ ഒരു സന്ദർഭത്തിൽ നീ നിന്ദനായില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിന്ദനാക്കിയില്ലേ? അപ്പോൾ ആ സന്ദർഭത്തിലും തൻ്റെ അവസാന നിമിഷത്തിലും അബൂജഹലിൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അബൂജഹൽ മറുപടിയായിട്ട് പറഞ്ഞു, വബിമാദ അഖ്സാനി, എന്ത് നിന്ദ്യത, എൻ്റെ സ്വന്തം ജനത എന്നെ യുദ്ധത്തിൽ വധിച്ചു, അതുവഴി യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് നിന്ദ്യരായത്. ചിന്തിച്ചു നോക്ക്, എത്ര സമർത്ഥമായിട്ടാണ് അബൂജഹൽ ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചു പറയുന്നത്. സ്വന്തം ജനതയ്ക്കെതിരെ യുദ്ധം വേണ്ടെന്ന് ആ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അബൂജഹലിനോടൊപ്പമുള്ള ഉത്ബയും മറ്റുള്ള ആളുകളെല്ലാം നിരന്തരം ആവർത്തിച്ച് പറഞ്ഞിട്ടും അബൂജഹലിൻ്റെ നിർബന്ധം കാരണം തന്നെയാണ് യുദ്ധം അരങ്ങേറിയത്. അവസാനം ഈ ഒരു സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പരാജയം ഏറ്റുവാങ്ങി നിലംപതിച്ച സന്ദർഭത്തിൽ അത്രയും നേരം ചെവിക്കൊടുക്കാത്ത അതേ കാരണം അദ്ദേഹത്തിൻ്റെ പരാജയ കാരണമായിട്ട് എക്സ്ക്യൂസായിട്ട് ഉപയോഗിക്കുന്ന വളരെ നീചമായിട്ടുള്ള സംസാരമാണ് അബൂജഹൽ ആ ഒരു സന്ദർഭത്തിലും നടത്തുന്നത്. അതിനുശേഷം അബൂജഹൽ തൻ്റെ നെഞ്ചിൽ കയറി നിൽക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം ആരാണ് യുദ്ധത്തിൽ വിജയിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലില്ലാഹി വ റസൂലിഹി, അള്ളാഹുവും അവൻ്റെ പ്രവാചകനാണ് യുദ്ധത്തിൽ വിജയിച്ചത്. അത് കേട്ട സന്ദർഭത്തിൽ അബൂജഹലിന് അങ്ങേയറ്റം ദേഷ്യം വരാൻ. അബൂജഹൽ ലഅനഹുല്ലാഹ് ആ നെഞ്ചിൽ കയറി നിൽക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ലഖദ് ഇർതഖൈത മുർതഖൻ സുഅബൻ യാ റുബയ്യൽ ഗനം, ഇടയച്ചെറുക്ക, നീ നിന്റെ കാല് വെച്ചിരിക്കുന്നത് എത്ര മഹനീയമായിട്ടുള്ള, എത്ര ഉന്നതമായിട്ടുള്ള സ്ഥാനത്താണ് നിന്റെ കാല് നീ കയറ്റി വെച്ചിട്ടുള്ളത്. അബൂജഹൽ ചോദിക്കുകയാണ്. ചിന്തിച്ചു നോക്ക്, അതായത് ആ അവസാന നിമിഷങ്ങളിലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. എത്ര മഹത്തരമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള സ്ഥലത്താണ് ഇടയച്ചെറുക്കനായ നീ നിന്റെ കാല് കയറ്റി വെച്ചിട്ടുള്ളത്. അതാണ് അബൂജഹലിൻ്റെ അവസാനത്തെ ചോദ്യം. അത് കേട്ട സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ വാളെടുത്തു. പക്ഷേ ആ വാള് അന്നത്തെ ദിവസം മുഴുവൻ ആ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ഉപയോഗിച്ചത് കാരണം ആ വാളിൻ്റെ മൂർച്ചയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവസാനം അബൂജഹലിൻ്റെ തന്നെ വാളുകളെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെൽമെറ്റ്, ആ മിഗ്ഫർ നീക്കി അബൂജഹലിനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് വിട്ടാണ്. അതോടുകൂടി അബൂജഹലിൻ്റെ കഥ കഴിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വെട്ടേറ്റിട്ടില്ലെങ്കിലും അബൂജഹൽ അവിടെ മരണപ്പെടുമായിരുന്നു. ആ രൂപത്തിലുള്ള അവസാന നിമിഷത്തിലാണ് അദ്ദേഹം കിടക്കുന്നത്. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മരണപ്പെട്ട് കിടക്കുന്ന അബൂജഹലിൻ്റെ ആ ജഡം നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തക്ബീറു അല്ലാഹു അക്ബർ, ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, മാത ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ആ ഫിർഔൻ്റെ അന്ത്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണപ്പെട്ട് കിടക്കുന്ന അബൂജഹലിൻ്റെ ആ ശരീരത്തെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔനാണ് ഇയാളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പോയിന്റിലാണ് റസൂലുള്ളാഹി പറയുന്നത്. അതായത് ഫിർഔൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ മുന്നിലേക്ക് വെക്കുന്ന ആ ഒരു കഥാപാത്രം അത് യഥാർത്ഥത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് മാത്രമല്ല, അത് എക്കാലഘട്ടത്തും ഫിർഔന് സമാനമായിട്ടുള്ള ആ സ്വഭാവങ്ങളുള്ള ആളുകൾ പുനർജനിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ള. അപ്പോൾ ഈ ഒരു സമകാലിക ലോകത്തും സമാനമായിട്ടുള്ള ക്വാളിറ്റികൾ, അഹങ്കാരവും അതേപോലെ ഇതേ രൂപത്തിലുള്ള സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികളെ ഈ ഒരു ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള. അതെല്ലാം ഫിർഔൻ്റെ പതിപ്പുകളാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ അൻഫാൽ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനിടയിൽ സൂറത്തുൽ അൻഫാലിൽ 52 മുതൽ 54 വരെയുള്ള വചനങ്ങളിൽ ഫിർഔനെ സംബന്ധിച്ച് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ചുരുക്കത്തിൽ അതാണ് ശത്രുക്കളുടെ നായകനായിരുന്ന അബൂജഹലിൻ്റെ ആ അന്ത്യത്തിൻ്റെ പതനത്തിൻ്റെ ചരിത്രം ആ രൂപത്തിലുള്ളതായിരുന്നു. പിന്നീട് ബദറിൽ വധിക്കപ്പെട്ട ശത്രുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് ഉമയ്യ ബിൻ ഖലഫാണ്. ഉമയ്യ ബിൻ ഖലഫ് നമുക്കെല്ലാം സുപരിചിതനാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ക്രൂരനായിട്ടുള്ള യജമാനൻ. മക്കൻ സീറിയയിൽ നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി ഭാരമേറിയ കല്ലുകൾ നെഞ്ചിൽ വെച്ച് ആ ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ച് അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ചർമ്മങ്ങളെല്ലാം
പൊളിഞ്ഞു പോകുമാർ ആ രൂപത്തിലുള്ള ക്രൂരതകൾ, ഏതൊരാളുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ക്രൂരതകളെല്ലാം പ്രവർത്തിച്ച ഉമയ്യ ബിൻ ഖലഫ്. ആ ഉമയ്യ ബിൻ ഖലഫ് മക്കയിൽ നിന്നും അവർ ബദറിന് പുറപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യം യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഓർക്കുന്നുണ്ടാകും, അബൂജഹൽ, നേരത്തെ നമ്മൾ പറഞ്ഞ അബൂജഹൽ ആ സ്ത്രീകളുടെ പെർഫ്യൂമും കൺമശിയെല്ലാം പരസ്യമായി നൽകി, പരസ്യമായിട്ട് അപമാനിച്ച സന്ദർഭത്തിൽ തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഉമയ്യ മനസ്സില്ലാ മനസ്സോടെ ബദറിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെ യുദ്ധക്കളത്തിലെത്തിയ സന്ദർഭത്തിൽ പിന്നീട് എന്താണ് ഉമയ്യ ബിൻ ഖലഫിന് സംഭവിച്ചത്? ആ സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ അബൂജഹലിൻ്റെ വധവും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് നേരത്തെ വിശദീകരിച്ചത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമയ്യ ബിൻ ഖലഫിൻ്റെ ഉറ്റമിത്രായിരുന്നു. അപ്പോൾ ഉമയ്യ ബിൻ ഖലഫിന് രണ്ട് അടുത്ത സുഹൃത്തുക്കളുണ്ട്. മക്കയിൽ മുഹാജിറുകൾക്കിടയിൽ നിന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫും, അതേ സന്ദർഭത്തിൽ മദീനയിൽ അൻസാറുകൾക്കിടയിൽ നിന്നും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടാളുകളും ഉമയ്യ ബിൻ ഖലഫിൻ്റെ ഉറ്റമിത്രങ്ങളാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉംറയ്ക്ക് വേണ്ടി മക്കയിൽ വന്നതും ആ സന്ദർഭത്തിൽ അബൂജഹൽ സംസാരിച്ചതും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി താങ്കളെ വധിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു കാര്യമെല്ലാം പങ്കുവെച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുമായിട്ടും ജാഹിലിയ കാലം മുതലേ ഉമയ്യ ബിൻ ഖലഫിന് അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അബ്ദു അംർ എന്നായിരുന്നു, അബ്ദു അംർ. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ അബ്ദു അംർ എന്നുള്ള പേര് മാറ്റി അദ്ദേഹം അബ്ദുറഹ്മാൻ എന്നുള്ള പേര് സ്വീകരിക്കുകയാണ് റളിയല്ലാഹു അൻഹു. ആ മതം മാറി പേരെല്ലാം മാറ്റിയ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറ്റമിത്രം ഉമയ്യ ബിൻ ഖലഫ് പറഞ്ഞു, എന്താണ് നിങ്ങൾ അബ്ദുറഹ്മാൻ എന്നുള്ള പേര് സ്വീകരിച്ചത്? ആ പേരിൽ നിങ്ങളെ എനിക്ക് വിളിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഖുറൈശികൾ റഹ്മാൻ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണം അവർ അംഗീകരിച്ചിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിൻ്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറയുന്നുണ്ട്, വഹും യക്ഫുറൂന ബിർറഹ്മാൻ. പരമകാരുണികനായിട്ടുള്ള ദൈവത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ അവിശ്വസിച്ചവരായിരുന്നു ഖുറൈശികളായിട്ടുള്ള ആളുകൾ. മറ്റൊരു സൈഡ് പോയിന്റ്, ആ ഒരു കാരണം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാൻ എന്നുള്ള പേരിൽ ഒരു മുഴുനീള അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ എന്നുള്ള ഓരോ കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ അബ്ദുറഹ്മാൻ എന്നുള്ള ആ പേര് ഉറ്റമിത്രം സ്വീകരിച്ച സന്ദർഭത്തിൽ ഉമയ്യ ബിൻ ഖലഫ് അതിനെ അംഗീകരിച്ചില്ല. അങ്ങനെ ഉമയ്യ ബിൻ ഖലഫ് പറഞ്ഞു, അബ്ദുറഹ്മാൻ എന്ന് താങ്കൾ എനിക്ക് വിളിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ പകരം ഞാൻ അബ്ദുൽ ഇലാഹ് എന്ന് താങ്കളെ വിളിക്കാം. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഉമയ്യ ബിൻ ഖലഫ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുൽ ഇലാഹ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ ബദറിന്റെ യുദ്ധക്കളത്തിൽ ഉമയ്യ ബിൻ ഖലഫ് അയാളുടെ ആ വലിയ ശരീരമൊന്നും വെച്ച് യുദ്ധത്തിലൊന്നും പോരാടാൻ വയ്യ. അപ്പോൾ ആ രൂപത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആ ദൂരെ തൻ്റെ പഴയ ആത്മമിത്രം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കയ്യിൽ നേരത്തെ വധിച്ച ശത്രുക്കളിൽ നിന്ന് ലഭിച്ച സലബ് യുദ്ധമുതൽ പടയെങ്കിലും മറ്റെല്ലാം കയ്യിൽ പിടിച്ച് നടന്നു പോകുന്നത് ഉമയ്യയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അത് തീർച്ചയായിട്ടും യുദ്ധത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ഏതോ ഒരു പോയിന്റിലായിരിക്കണം. അപ്പോൾ ഉമയ്യ തൻ്റെ ആ പഴയ ആത്മമിത്രം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ തന്നെ ഉറക്കെ വിളിച്ചു, യാ അബ്ദു അംർ എന്ന് വിളിച്ചു. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയില്ല, കാരണം ആ പേര് എന്നോ മാറ്റിയിട്ടുണ്ട്. ഉടനെ തന്നെ ഉമയ്യ വീണ്ടും വിളിച്ചു, യാ അബ്ദുൽ ഇലാഹ്. അത് വിളിച്ച സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. ആ സന്ദർഭത്തിൽ ഉമയ്യ ബിൻ ഖലഫ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് യുദ്ധത്തടവുകാരനായിട്ട് പിടിക്കുക, എനിക്കിവിടെ പോരാടാനൊന്നും വയ്യ. നിങ്ങളുടെ ആ കയ്യിലുള്ള ആ പടച്ചട്ട, നിങ്ങൾക്ക് യുദ്ധക്കളത്തിൽ നിന്നും നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് ലഭിച്ച ആ അതിനേക്കാളെല്ലാം പിടിക്കാൻ ഏറ്റവും അർഹന് ഞാനല്ലേ, കാരണം ഞാൻ നിൻ്റെ പഴയ കൂട്ടുകാരനല്ലേ. നീ എന്നെ പിടിക്കുകയാണെങ്കിൽ നിനക്ക് നിരവധി പാൽ ചുരത്തുന്ന ഒട്ടകങ്ങൾ, അതായത് വിലപിടിപ്പുള്ള ഒട്ടകങ്ങൾ ഞാൻ നിനക്ക് തരാം. കാരണം യുദ്ധത്തടവുകാർ അവർ മോചനം വേണമെങ്കിൽ മോചന ദ്രവ്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ എന്നെ നീ പിടിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ വിലപിടിപ്പുള്ള നിരവധി ഒട്ടകങ്ങളെ തരാമെന്നെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനും കൂടെയാണ്. അതുമാത്രമല്ല ഉമയ്യ ബിൻ ഖലഫ് വലിയ ധനികനും കൂടെയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ള ആ പടച്ചട്ടയും മറ്റുമെല്ലാം വലിച്ചെറിഞ്ഞ് ഉമയ്യ ബിൻ ഖലഫിനെയും അയാളുടെ മകനെയും യുദ്ധത്തടവുകാരനായിട്ട് പിടിച്ച് ആ യുദ്ധക്കളത്തിൽ നിന്നും ആ ടെൻറ്റിലേക്ക്, ആ സേഫ് സോണിലേക്ക് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമയ്യയെയും മകനെയും പിടിച്ച് യുദ്ധക്കളത്തിൽ നിന്നും നടന്നു പോകുന്ന ആ ഒരു കാഴ്ച, ആ ഒരു സീന്, അവിടെ കൂടി നിന്ന് ആ യുദ്ധക്കളത്തിലുള്ള ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിൽ നിന്ന് കൃത്യം ഒരാളുടെ ശ്രദ്ധയിൽ അത് പെടുകയാണ്.
ആരായിരിക്കും അത്? ആരായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ല, മറ്റാരുമല്ല, അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാണ്. ചിന്തിച്ചു നോക്കുക, അത് യാദൃച്ഛികമാണ്, ഒരിക്കലുമല്ല, അള്ളാഹു സുബ്ഹാനഹു ഖദറാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉമയ്യയെ കണ്ട ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉമയ്യ ഇബ്നു ഖലഫ് റഅസുൽ കുഫർ, അവിശ്വാസികളുടെ നായകനായ ഉമയ്യല്ല നടന്നു പോകുന്നത്. വല്ലാഹി ലാ നജൗതു ഇൻ നജാ, അയാൾ രക്ഷപ്പെട്ടാൽ പിന്നീട് എനിക്ക് രക്ഷയില്ല, അതല്ലെങ്കിൽ അയാളെ രക്ഷപ്പെട്ടിട്ട് പിന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ആ വാക്കും പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യയുടെ നേരെ ഓടുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു സമീപത്തെത്തിയ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബിലാലിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വധിക്കാൻ വരട്ടെ, ഇയാൾ എങ്ങനെയാണ് നിങ്ങൾ വധിക്കുക? കാരണം ഞാൻ ഇയാളെ യുദ്ധത്തടവുകാരനായിട്ട് പിടിച്ചതാണ്. ആ സന്ദർഭത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ ഇയാളെ വധിച്ചിരിക്കും. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമയ്യയുടെ മുന്നിൽ നിന്ന് തൻ്റെ ശരീരം കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തടയാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, ഒന്നാമതായിട്ട് യുദ്ധത്തടവുകാരുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അതെല്ലാം വിശദമായിട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ആദ്യത്തെ യുദ്ധമാണ്. ആ ഒരു വിഷയത്തിൽ ചില കൺഫ്യൂഷൻ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തടഞ്ഞ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ ഓടിപ്പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം അൻസാറുകളുടെ അടുത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന കൂടി നിൽക്കുന്ന അൻസാറുകളോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അൻസാറുല്ലാ, അൻസാറുകളെ, എന്നെ ഉപദ്രവിച്ച ഉമയ്യയാണ് അവിടെയുള്ളത്, അതുകൊണ്ട് ലാ നജൗതു ഇൻ നജാ, അയാളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലെന്നെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അൻസാറുകൾ തീർച്ചയായിട്ടും ആ കണ്ണ് നനയിപ്പിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അവർക്കെല്ലാം അറിയാവുന്നതാണ്, അവർക്കെല്ലാം സുപരിചിതമാണ്. ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി ഒരു പറ്റം അൻസാറുകൾ അങ്ങോട്ട് ഓടിയെത്തുകയാണ്. ഇവിടെ ഒരു സൈഡ് പോയിന്റ് ചിന്തിച്ചു നോക്ക്, എത്ര മനോഹരമാണ്. അവർ പരസ്പരം, അതായത് കാലങ്ങളായി പരസ്പരം തമ്മിലടിച്ച, നൂറ്റാണ്ടുകളായി പരസ്പരം പോരടിച്ച ഔസും ഖസ്റജും അവർ കാലങ്ങളായിട്ട് ആ ബുഗാസ് യുദ്ധത്തിൻ്റെ ചരിത്രമെല്ലാം നമ്മൾ പറഞ്ഞു. അവരെല്ലാം മറന്ന് അവരൊന്നാവുകയാണ്. അവരെല്ലാം മറന്ന് ഒന്നായതിന് ശേഷം അവർ മുഹാജിറായിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി അവർ ഈ സന്ദർഭത്തിൽ ഓടിയെത്തുകയാണ്. അപ്പോൾ കാലങ്ങളായിട്ടുള്ള അവരുടെ ആ വൈരാഗ്യവും പകയെല്ലാം മാറി ഈ രൂപത്തിൽ പരസ്പരം സഹായിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ആ ഒരു പരിവർത്തനം, ആ രൂപത്തിൽ അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയത് അത് അള്ളാഹു സുബ്ഹാനഹു. ഞാൻ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ഇവിടെ നമ്മൾ സ്മരിക്കേണ്ട പരിശുദ്ധ ഖുർആനിലെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ അൻഫാലിലെ 63-ാമത്തെ മനോഹരമായിട്ടുള്ളൊരു വചനം അള്ളാഹു സുബ്ഹാനഹു പറയുന്നുണ്ട്, അല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ. അള്ളാഹു സുബ്ഹാനഹു പറയാണ്, അള്ളാഹു സുബ്ഹാനഹു ആ വിശ്വാസികളുടെ ഹൃദയങ്ങൾ ആ രൂപത്തിൽ പരസ്പരം ഇണക്കി ചേർത്തത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു പറയാണ്, ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ, നിങ്ങൾ ഭൂമിയിലുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾ ചെലവഴിച്ചിരുന്നെങ്കിലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നിനക്ക് കൂട്ടിയിണക്കാൻ കഴിയുമായിരുന്നില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അല്ലാഹു സുബ്ഹാനഹു ആ രൂപത്തിൽ ആ ശത്രുതയും വൈരാഗ്യവും എല്ലാം മറന്ന് ഈ രൂപത്തിൽ അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയത് അത് അല്ലാഹു സുബ്ഹാനഹു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നവൻ. നമുക്കറിയാം പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന, യാ മുഅല്ലിഫൽ ഖുലൂബ്, അല്ലാഹു സുബ്ഹാനഹു ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ പരസ്പരം ശത്രുതയിലായിരുന്ന അൻസാറുകൾ, ആ ഹൗസും ഖസ്റജും ഗോത്രങ്ങളെ ഈ രൂപത്തിൽ പരസ്പരം കൂട്ടിയിണക്കി ഈ ഒരു സന്ദർഭത്തിൽ മുഹാജിറുകളെ സഹായിക്കാൻ വേണ്ടി അവർ ഓടിയെത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ആ ഒരു സന്ദർഭത്തിലും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു പറ്റം അൻസാറുകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി അവിടെ എത്തുകയാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ത്യാഗത്തിൻ്റെ ചരിത്രം അത് ഏതൊരാൾക്കും സുപരിചിതമായിരുന്നു. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബദറിൽ അവരുടെ മുദ്രാവാക്യം പോലും ഷിആറു സ്വഹാബത്തി യൗമി ബദർ അഹദുൻ നഹദ്, അഹദുൻ നഹദ്, ഏകൻ എന്നുള്ളതായിരുന്നു മുസ്ലിങ്ങളുടെ ബദറിലെ മുദ്രാവാക്യം. അതുപോലും യഥാർത്ഥത്തിൽ നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. അൻസാറുകൾ അവിടെ എത്തിയ ആ സന്ദർഭത്തിലും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമയ്യ ബിൻ ഖലഫിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി അൻസാറുകളെല്ലാം വന്ന സന്ദർഭത്തിൽ ഉമയ്യ ബിൻ ഖലഫ് അത്രയും ആളുകൾ എങ്ങനെയാണ് തടയുക? അവർ മുഴുവനും അവരുടെ വാളുകളെല്ലാം ഉപയോഗിച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൻ്റെ ഇടയിലൂടെയെല്ലാം അവർ ആ വാള് കടത്തി ഉമയ്യ ബിൻ ഖലഫിനെയും മകനെയും അവരിങ്ങനെ കുത്താൻ തുടങ്ങി. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രൂപത്തിൽ ഉന്തും തള്ളുമല്ല ആയ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് വരെ മുറിവേറ്റു എന്നുള്ള. അവസാനം അദ്ദേഹം മാറേണ്ടി വന്നു. മാറിയ സന്ദർഭത്തിൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഉമയ്യ ബിൻ ഖലഫിനെ വധിച്ചു എന്നുള്ള. അവിടെ വെച്ചുകൊണ്ട് അവർ ഈ രണ്ടാളുകളെയും വധിക്കുകയാണ്. പിന്നീട് പിൻകാലഘട്ടത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തമാശയായിട്ട് പറയായിരുന്നു, റഹിമല്ലാഹു അഖി ബിലാൽ,
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കട്ടെ. കാരണം മുമ്പ് ബദറിൻ്റെ ദിവസം ബിലാൽ കാരണം എനിക്ക് എൻ്റെ യുദ്ധം മുതലും നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഞാൻ ബന്ദിയായി പിടിച്ച ആ 2 യുദ്ധ തടവുകാരും എനിക്ക് നഷ്ടപ്പെട്ടു. അന്ന് ഒന്നും എനിക്ക് ലഭിച്ചില്ല എന്നുള്ള. കാരണം യുദ്ധം മുതൽ മുഴുവൻ വലിച്ചെറിഞ്ഞിട്ടാണ് ഉമയ്യുമായിട്ട് അദ്ദേഹം നടന്നുപോയത്. അവസാനം ആ ഉമയ്യ ബിൻ ഖലഫിനെയും ബിലാൽ വധിച്ചു. അതോടുകൂടെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പിൻകാലഘട്ടത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബിലാലിനെ സംബന്ധിച്ച് തമാശയായിട്ട് പറയായിരുന്നു. ആ രൂപത്തിലായിരുന്നെങ്കിലും അവർ നല്ല ആത്മബന്ധമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പിൻകാലഘട്ടത്ത് ഈ ബദറിനെല്ലാം ശേഷം പിന്നീട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളായ ഹാല റളിയല്ലാഹു അൻഹ, അവരെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് വിവാഹം കഴിക്കുന്നത്. അതായത് അതിസമ്പന്നനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ അളിയനായിട്ട് പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹു മാറുന്നുണ്ട്. അത്രയേറെ ആത്മബന്ധം, സ്നേഹബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളാൽ തന്നെ ഉമയ്യ ബിൻ ഖലഫ് ബദറിൻ്റെ യുദ്ധക്കളത്തിൽ വധിക്കപ്പെടാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി നോക്കുക. നമ്മൾ പറയാറുണ്ട് കമാ തദീനു തുദാൻ. നിങ്ങൾ ഒരാളോട് എന്താണോ ചെയ്യുന്നത് അതായത് ഒരാളുടെ കർമ്മഫലം അയാളെ തന്നെ തേടിയെത്തും. ആ രൂപത്തിലാണ് അത് അക്ഷരാർത്ഥത്തിൽ അവിടെ പുലരുന്നതാണ് നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. അവിടെയും തീരുന്നില്ല. യഥാർത്ഥത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യയെ വധിച്ചതിന് ശേഷം ആ ഭീമാകാരായിട്ടുള്ള ശരീരമാണ് ഉമയ്യ ബിൻ ഖലഫ് അവിടെ നിലത്ത് കിടക്കുകയാണ്. പിന്നീട് ഒരല്പം നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ യുദ്ധാനന്തരം മുസ്ലിങ്ങൾ ആ യുദ്ധക്കളത്തിൽ കിടക്കുന്ന ശത്രുക്കളെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ ഉമയ്യ ബിൻ ഖലഫിൻ്റെ ശരീരം അവർ എടുത്തു മാറ്റാൻ വേണ്ടി നിലത്തുനിന്ന് എടുത്തു മാറ്റാൻ നോക്കിയ സന്ദർഭത്തിൽ അതിന് സാധിക്കുന്നില്ല. കാരണം ഉമയ്യ ബിൻ ഖലഫിൻ്റെ ആ ഭീമാകാരമായിട്ടുള്ള ശരീരം, ആ ശരീരത്തിലെ ചർമ്മങ്ങൾ ആ മരുഭൂമിയിലെ ചുട്ടുപഴുത്ത കല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ. എത്ര തന്നെ അവർ ഉയർത്താൻ നോക്കിയിട്ടും ഉയർത്തുന്ന സന്ദർഭത്തിലെല്ലാം പുറത്തുള്ള ചർമ്മം പൊളിയുന്നതായിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ അവസാനം ആ ഒരു കാരണത്താൽ ഉമയ്യ ബിൻ ഖലഫിൻ്റെ ആ ശരീരം മാത്രം ആ ചുട്ടുപഴുത്ത മണലിൽ മേലെ കല്ലുകളെല്ലാം വെച്ച് അവർ ഖബറടക്കേണ്ടി വരികയാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. നമ്മളൊരല്പം പിറകോട്ട് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അതേ ക്രൂരത ഉമയ്യ ബിൻ ഖലഫ് മക്കയിൽ വെച്ച് ചെയ്ത ആ ഒരു ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് ഏത് രൂപത്തിലായിരുന്നോ ചെയ്തത് അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിലുള്ള ഒരു നീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധ്യൻ, അഹദുൻ എന്നുള്ള ആ ഒരു പ്രഖ്യാപിച്ച ഒരൊറ്റ കാരണത്താൽ ആ രൂപത്തിൽ അത്രയേറെ ത്യാഗം ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിക്കേണ്ടി വന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചു നൽകുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഉമയ്യ ബിൻ ഖലഫിൻ്റെ ബർസഖി ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഏതൊരാൾക്കും ഊഹിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ രൂപത്തിൽ ചുട്ടുപൊള്ളുന്ന ആ മണലിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരം അവർ അതേ രൂപത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത അതിൻ്റെ ഒരു പ്രതിഫലനാണ് ഉമയ്യ ബിൻ ഖലഫിൻ്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ആ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ യുദ്ധക്കളത്തിൽ ചില മുസ്ലിങ്ങൾക്കുണ്ടായ മാനസികമായിട്ടുള്ള വലിയൊരു പ്രശ്നം, ആ പ്രശ്നത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ പ്രശ്നത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അവർ സ്വന്തം ഗോത്രത്തിനെതിരെ അല്ലെങ്കിൽ ബന്ധുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. കാരണം ബദർ ആദ്യത്തെ സായുധ സംഘട്ടനാണ്. അപ്പം അത് കാരണം ഉണ്ടായ ചില പ്രശ്നങ്ങൾ. ഒന്നാമതായിട്ട് അവിടെ എടുത്തു പറയേണ്ടത് അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. യഥാർത്ഥത്തിലുള്ള പേര് ആമിർ ബിൻ അബ്ദില്ല. ജറാഹ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയുടെ പേരാണ്. ഉപ്പയുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ്. മക്കയിൽ നമുക്കറിയാം മുഹാജിറാണ്, ഖുറൈശി ഗോത്രമാണ്, ബനു ഹാരിസ ഗോത്രക്കാരനാണ്. നേരത്തെ തന്നെ ആദ്യത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ആ ലിസ്റ്റിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കാണാൻ സാധിക്കും, അസ്സാബിഖൂനൽ അവ്വലൂൻ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീനുൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ വിശ്വസ്തൻ എന്നുള്ള അപരനാമെല്ലാം നൽകി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ ഉബൈദ എങ്ങാനും ഈ സന്ദർഭത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ എൻ്റെ പിൻഗാമിയാക്കിയേനെ. സുബ്ഹാനല്ലാഹ്. അത്രയേറെ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ് ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ് ചെറുപ്പത്തിൽ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ എല്ലാ യുദ്ധതന്ത്രങ്ങളും എല്ലാം പഠിപ്പിച്ച് അദ്ദേഹം സമർത്ഥനായിട്ടുള്ള യോദ്ധാവായിരുന്നു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിക സൈനിക തലവനുമായിട്ടെല്ലാം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കുന്നുണ്ട്. പിതാവ് ആ രൂപത്തിൽ ചെറുപ്പത്തിലെ പരിശീലനമെല്ലാം നൽകി മകനെ സമർത്ഥനായിട്ടൊരു യോദ്ധാവാക്കി വളർത്തിക്കൊണ്ടുവരാണ്. പക്ഷേ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ പിതാവിന് മകനോട് അടങ്ങാത്ത ദേഷ്യമായി. പല രൂപത്തിലായിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.
അങ്ങനെ പിതാവിന് ആ ദേഷ്യം വർദ്ധിച്ച് അവസാനം അടങ്ങാത്ത പകയായിട്ട് മാറുകയാണ്. അങ്ങനെ ആ ബദറിൻ്റെ രണാങ്കണത്തിൽ ഉപ്പയും മകനും നേർക്കുനേർ അബൂബൈദ റളിയല്ലാഹു അൻഹു വിശ്വാസികളുടെ പക്ഷത്തും അബ്ദുല്ലാഹിബ്നു ജറാഹ് അദ്ദേഹത്തിൻ്റെ പിതാവ് മറുപക്ഷത്തും ശത്രുക്കളുടെ പക്ഷത്തുമായിട്ട് നേർക്കുനേരെ യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ യുദ്ധക്കളത്തിലുടനീളം അബൂബൈദ റളിയല്ലാഹു അൻഹു പിതാവിനെ കാണുന്ന സ്ഥലത്ത് നിന്നെല്ലാം മാറാൻ തുടങ്ങി. ഉപ്പയുമായിട്ടുള്ള നേർക്കുനേരെ സംഘടന ഒഴിവാക്കാൻ വേണ്ടി അബൂബൈദ റളിയല്ലാഹു അൻഹു പല സമയത്തും മാറി. പക്ഷേ പിതാവ് നേരെ തിരിച്ച് ആ യുദ്ധക്കളത്തിലുടനീളം മകനെ തിരഞ്ഞു നടക്കുകയാണ്. മകനെ വധിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിൽ തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ അബൂബൈദ റളിയല്ലാഹു അൻഹു തൻ്റെ ഉപ്പയുടെ മുന്നിൽ പെടുകയാണ്. ഉപ്പ മകനെ കണ്ട ഉടനെ തന്നെ ആ വാളുമായിട്ട് ഏറ്റുമുട്ടാൻ വരുന്നു. അങ്ങനെ സ്വയം പ്രതിരോധിക്കവേ ആ പിതാവ് അബ്ദുല്ലാഹിബ്നു ജറാഹ് മകൻ അബൂബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളാൽ വധിക്കപ്പെടുകയാണ്. അങ്ങനെ അതോടുകൂടെ യുദ്ധാനന്തരം ആളുകൾ മുഴുവൻ പറയാൻ തുടങ്ങി, അബൂബൈദ സ്വന്തം പിതാവിനെ വധിച്ചിരിക്കുന്നു. ആ രൂപത്തിലെല്ലാം സംസാരിക്കാൻ തുടങ്ങി. അത് അബൂബൈദ റളിയല്ലാഹു അൻഹു അത് കേട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് അങ്ങേയറ്റം അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഇനി അതിന് നേർവിരുദ്ധമായിട്ടുള്ള മറ്റൊരു ചിത്രം യുദ്ധക്കളത്തിൽ കാണാൻ സാധിക്കുന്നത് പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ ആ സമയത്ത് ഇസ്ലാം ആയിരുന്നില്ല. അദ്ദേഹം ശത്രുപക്ഷത്താണുള്ളത്. പിന്നീട് ഹുദൈബിയ സന്ധിക്കെല്ലാം ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു മകൻ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ പിൻകാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉപ്പ ബദറിൻ്റെ ദിവസം ഞാൻ ആ യുദ്ധക്കളത്തിൽ നിങ്ങളെ കാണുന്ന സ്ഥലത്തു നിന്നെല്ലാം ഞാൻ ഒടിഞ്ഞു മാറായിരുന്നു ആ സംഘടന ഒഴിവാക്കാൻ വേണ്ടി. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടിയായിട്ട് പറഞ്ഞു, മോനെ നിന്നെ എങ്ങാനും ഞാൻ അവിടെ യുദ്ധക്കളത്തിൽ എൻ്റെ കൺമുമ്പിൽ കണ്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിടില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ചില റിപ്പോർട്ടുകളിൽ അന്നത്തെ ദിവസം അവർ നേർക്കുനേരെ സംഘടന നടത്തിയെന്നും ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അല്ലാഹു ആലം. അതേപോലെ തന്നെ മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ തൻ്റെ അമ്മാവനായിരുന്ന ആസുബിൻ ഹിഷാം അൽ മുഗീറ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവനുമായിട്ട് യുദ്ധക്കളത്തിൽ സംഘടന നടത്തി അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്തുണ്ടായിരുന്ന തൻ്റെ അമ്മാവൻ ആസുബിൻ ഹിഷാം അൽ മുഗീറയെ ഉമർ റളിയല്ലാഹു അൻഹു വധിക്കുകയാണ്. അപ്പം ഇതെല്ലാം മാനസികമായിട്ട് ചില രൂപത്തിൽ മുസ്ലിങ്ങളെ ചില ആളുകൾ അതിന് വിഷമിപ്പിച്ചു എന്നുള്ള കാരണം സ്വന്തം ബന്ധുക്കൾക്കെതിരെ പോരാടി സ്വന്തം ബന്ധുക്കളെ കൈകൊണ്ട് വധിക്കേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് അബൂബൈദ റളിയല്ലാഹു അൻഹു മറ്റുള്ള ആളുകൾ ആക്ഷേപിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മാനസികമായി അത് പ്രയാസം ഉണ്ടാക്കി. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിലയുടെ അവസാനത്തെ വചനം 22-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിലാണ് അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും റസൂലിനോടും എതിർത്ത് യുദ്ധം ചെയ്യാൻ വരുന്നവരുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്നത് നീ ഒരിക്കലും കാണില്ല. അവരാരായിക്കൊള്ളട്ടെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പറഞ്ഞു, വലൗകാനു ആബാഅഹും, അവർ നിങ്ങളുടെ പിതാക്കളാകട്ടെ. നേരത്തെ അബൂബൈദ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഓർക്കുക, ഇവിടെ കണക്ട് ചെയ്യുക. അതല്ലെങ്കിൽ വീണ്ടും ആയത്തിൽ പറഞ്ഞു ഔ അബ്നാഅഹും, അവർ നിങ്ങളുടെ പുത്രന്മാരാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനും, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഔ ഇഖ്വാനഹും ഔ അശീറത്തഹും, അവർ നിങ്ങളുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ. ഉമർ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചേർത്ത് വെക്കുക. അപ്പം അത് ആരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പിതാവോ പുത്രനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആരായിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുമായിട്ട് അവർ യുദ്ധം ചെയ്യാൻ വരുന്ന സന്ദർഭത്തിൽ അവിടെ രക്തബന്ധത്തേക്കാൾ നിങ്ങൾ വില കൽപ്പിക്കേണ്ടത് ആദർശത്തിനാണ്. അതിനാൽ നിങ്ങൾ വിഷമിക്കേണ്ടതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ആശ്വാസ വാക്കുകളാണ്. അപ്പം ഇത് പറയുന്ന സന്ദർഭത്തിൽ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മറുവശം കൂടെ പറയേണ്ടതുണ്ട്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അല്ലെങ്കിൽ അള്ളാഹുവിനോടോ റസൂലിനോടോ യുദ്ധത്തിന് വരാതെ സമാധാനത്തോടെ വർത്തിക്കുന്ന അവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു മറുവശവും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള അവിശ്വാസികളുമായിട്ട് നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്നും അവരോട് നീതി പുലർത്തണമെന്നും പരിശുദ്ധ ഖുർആൻ അപ്പുറത്ത് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മുംതഹനയുടെ 8-ാമത്തെ വചനം 60-ാമത്തെ അധ്യായം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു മറുവശമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുന്ന, നിങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുന്ന ആളുകളോട് അൻ തബറുഹും വ തുഖ്സിതു ഇലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അതേപോലെ തന്നെ അവരോട് നിങ്ങൾ നീതി കാണിക്കുക.
അത്തരത്തിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളോട് അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം, അതേപോലെ തന്നെ അവരോട് നിങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കുക. ആയത്തിൻ്റെ അവസാനം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അത്തരത്തിൽ നീതി പാലിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അവിടെ മാത്രമല്ല, വീണ്ടും നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ വീണ്ടും സൂറത്തുൽ ലുഖ്മാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ 15-ാമത്തെ ആയത്തിൽ അവിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ നിങ്ങളോട് ശിർക്ക് ചെയ്യാൻ, ബഹുദൈവാരാധന ചെയ്യാൻ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരെ നിങ്ങൾ അനുസരിക്കരുത്. കാരണം നമുക്കറിയാം ലാ തുഅത ലി മഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖ്, നമ്മൾ പറയാറുണ്ട് സൃഷ്ടാവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി ഒരു സൃഷ്ടിയെയും നമ്മൾ അനുസരിക്കരുത് എന്നുള്ള. ആ മാതാപിതാക്കൾ ആ രൂപത്തിൽ ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചാൽ നിങ്ങൾ അവരെ അനുസരിക്കരുത്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, അതേ സന്ദർഭത്തിൽ ദുനിയാവിൽ അവരോട് നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ള. ഇപ്പോൾ മാതാപിതാക്കൾ അമുസ്ലിങ്ങളായാലും അവർ നിങ്ങളെ ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെച്ച് അവരോട് നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയും നമുക്കറിയാം ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസിയായ മരണം വരെ ഇസ്ലാം സ്വീകരിക്കാതിരുന്ന അബൂ ത്വാലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, റസൂലുള്ളാഹിക്ക് അബൂ ത്വാലിബുമായിട്ടുണ്ടായിരുന്ന ഹുബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നമ്മോട് സഹകരിക്കുന്ന ആളുകളെ അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അവരോട് നിങ്ങൾ സഹകരിക്കുക, അവരോട് നിങ്ങൾ നീതി പുലർത്തുക, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളായി മറുവശത്ത് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ അവിശ്വാസികളുമായിട്ട് നല്ല രൂപത്തിൽ വർത്തിക്കുക, അതാണ് ഡീഫോൾട്ട്. അതിലുള്ള എക്സെപ്ഷൻ മാത്രമാണ് ഈ രൂപത്തിൽ അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളുമായിട്ട് അവിടെ നിങ്ങൾ ആദർശത്തിന് മുൻഗണന നൽകുക എന്നുള്ളതാണ്. അങ്ങനെ അവസാന ആ യുദ്ധക്കളത്തിൽ ഖുറൈശികൾ ദയനീയമായി പരാജയപ്പെടാൻ, അവർ പിന്തിരിഞ്ഞുകൂടാൻ. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഉന്നതമായിട്ടുള്ള പൂർണ്ണ വിജയത്തിലും ഖുറൈശികളുടെ ദയനീയ പരാജയത്തിലുമായിട്ട് ആ യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ യുദ്ധം അവസാനിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ യുദ്ധത്തിൻ്റെ ആ നെറ്റ് റിസൾട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് നമുക്കറിയാം 313 ആളുകളാണ് മുസ്ലിങ്ങളിൽ നിന്നും പോരാടിയത്. അതിൽ മുസ്ലിങ്ങളിൽ നിന്നും 14 ആളുകളാണ് ബദറിൽ രക്തസാക്ഷികളാകുന്നത്. 6 മുഹാജിറുകളും 8 അൻസാറുകളും അടക്കം 14 ആളുകളാണ് മുസ്ലിം പക്ഷത്തു നിന്നും രക്തസാക്ഷികളായത്. അതായത് മൊത്തം ഒരു 5% മാത്രം. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ശത്രുപക്ഷത്ത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ശത്രുപക്ഷത്ത് അവരുടെ പ്രമുഖരായിട്ടുള്ള നിരവധി നേതാക്കളടക്കം അവരുടെ തലവൻ അബൂജഹലടക്കം 70ഓളം ആളുകളെ മുസ്ലിങ്ങൾ വധിക്കപ്പെടാണ്. അതേപോലെ തന്നെ 70ഓളം ശത്രുക്കളെ മുസ്ലിങ്ങൾ യുദ്ധത്തടവുകാരായിട്ട് ബന്ദികളായിട്ട് പിടിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതായത് ഏകദേശം ഒരു 10-15% 1000ഓളം വരുന്ന ആ സൈന്യത്തിൽ നിന്നും 70 ബന്ദികളും 70 ആളുകളെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രൂപത്തിലാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. ഇപ്പോൾ ഖുറൈശികൾ ആ യുദ്ധക്കളം വിട്ട് അവർ യുദ്ധക്കളത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞോടി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും യുദ്ധാനന്തരം 3 ദിവസത്തോളം ആ ബദറിൽ അവിടെ തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങുകയാണ്. എന്തിനായിരുന്നു ആ 3 ദിവസം റസൂലുള്ളാഹി അവിടെ വീണ്ടും തമ്പ് ചെയ്തത്? ആ 3 ദിവസം അരങ്ങേറിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, മനോഹരമായിട്ടുള്ള ആ ബദറിൻ്റെ യുദ്ധാനന്തരമുള്ള പ്രധാനപ്പെട്ട നിരവധി സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ആ ചരിത്രം അത് കഴിയുന്നത്ര ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ കഴിയുന്നത്ര പുലർത്താനും നാളെ മരണാനന്തര ജീവിതത്തിൽ അവരോടൊപ്പം ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.